ഇത് അടിപൊളി പിക്നിക് സ്പോട്ട് ആണല്ലോ കൂട്ടുകാരെ. ട്രക്കിങ്ങിന് വേണ്ടിട്ട് കുറച്ച് സാധനങ്ങൾ ഞാൻ കൊണ്ടുവന്നത്. പക്ഷെ ബാഗ് എങ്ങനെയാണ് ഇത്രയും ഭാരമേറിയത് മാറിയത്? ഇതിനേക്കാൾ നല്ലത് ഞാൻ മണ്ണായിരുന്ന മതിയായിരുന്നു. അതാവുമ്പോ പരിക്കൊന്നും പറ്റില്ലായിരുന്നല്ലോ എന്റെ അമ്മച്ചി. ഈ ലോകത്ത് മാറാത്ത രണ്ട് കാര്യം മാത്രമേ ഉള്ളൂ. ഒന്ന് സമുദ്രം, മറ്റൊന്ന് ഹണിയുടെ ആലസ്യം. രണ്ടിനും ഒരു മാറ്റവും ഇല്ല. കൂട്ടുകാരെ, നമുക്ക് ടെന്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. അയ്യോ, അല്ല, 3 പൈപ്പ് എക്സ്ട്രാ ഉണ്ടല്ലോ. അത് മുഴകളാ. അയ്യോ, കൂട്ടുകാരെ, നമ്മുടെ 5ാമത്തെ കൂട്ടുകാരനെ കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഇതാണ് എന്റെ പുതിയ കൂട്ടുകാരൻ. അല്ല, നിങ്ങൾ ഈ ചെറിയ ടെഡിയെ കണ്ടാണോ പേടിച്ചത്? എടാ, നീയും പേടിച്ചോടിയതല്ലേ? അത് ഞാൻ സന്തോഷം കാണിക്കുന്ന സ്റ്റൈലാണ്. എപ്പോഴൊക്കെ എനിക്ക് സന്തോഷം വരുന്നോ അപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ വീഴാറുണ്ട്. ഇതാരാ കിറ്റി? ഇവൻ എന്റെ ടെഡിയാണ്. അതുകൊണ്ടാണ് ക്യാമ്പിലേക്ക് ഞാൻ ഇവനെയും കൂട്ടിക്കൊണ്ടു വന്നത്. അത് നന്നായിട്ടുണ്ട് കിറ്റി. വൗ, ക്യൂട്ടായിട്ടുണ്ട്. ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന വയറ് നിറയില്ല. വാ, നമുക്ക് ആഹാരം കഴിക്കാം. എന്റെ വിശപ്പ് എന്താണെന്ന് വെച്ചാ, ഒരു വശത്ത് വേൾഡ് ടൂറും മറുവശത്ത് ആഹാരം കഴിക്കാൻ എന്തെങ്കിലും കിട്ടിയാൽ ഞാൻ തീർച്ചയായും ആഹാരം മാത്രമേ തിരഞ്ഞെടുക്കുള്ളൂ. സംശയമുണ്ടോ? ഊഞ്ഞാലിൽ നിന്നും താഴേക്ക് വീഴും മോനെ. ഇനി നീ അടിക്കോ? മോനെ, TV കണ്ടാ കണ്ണിലെ കാഴ്ച പോകാൻ സാധ്യതയുണ്ട്. ഒരു മിനിറ്റ്. ഇനി കണ്ടോ? പക്ഷെ ചക്കര, ഇവിടെ നടക്കുന്നത് കബഡി മാച്ച് ആണല്ലോ. മോനെ, ഐസ്ക്രീം കഴിക്കുന്നോണ്ട് ബലമൊന്നും കിട്ടുകയില്ല. അതുകൊണ്ട് ഇത് കഴിച്ചോളൂ. പുറത്ത് ഭയങ്കര ചൂടാണ് മോനെ. നീ കറുത്തു പോകാൻ സാധ്യതയുണ്ട്. ഞാൻ നിനക്ക് കേക്ക് ഉണ്ടാക്കി തരാം. അതുവരെ നീ ഇവിടെ മര്യാദക്കിരിക്കുക. ഒരിടത്തേക്ക് പോകാൻ പാടില്ല, കേട്ടല്ലോ? ജീവിക്കുകയാണെങ്കിൽ അതുപോലെ ജീവിക്കണം.
പണി അങ്ങ് ഒപ്പിച്ചേക്കാം. എന്റെ മോൻ എത്ര അനുസരണയോടെയാണ് ഇരിക്കുന്നത്. എന്റെ പേസ്റ്റ് എന്താ നീ കഴിച്ചത്? ഇപ്പൊ നിന്റെ പേസ്റ്റ് ഞാൻ കഴിക്കും. ഇതാ. നിങ്ങൾ എന്താ കാണിച്ചത്? സോറി കിറ്റി. ഇവന്മാരൊക്കെ കഴുതകളാ കിറ്റി. നിന്റെ മുഖം ഞാൻ വൃത്തിയാക്കി തരാം. നീ കിറ്റിയെ ഹെൽപ്പ് ചെയ്തോ കൊച്ചളിയാ. പക്ഷെ ഒരു കാര്യമുണ്ട്, കഴുതയി ഞാനാണ്. ഇവൻ പറഞ്ഞത് തികച്ചും ശരിയാ. നീ എന്തായി കാണിച്ചത്? ഓ സോസ് ബണി, ദിസ് ഇസ് നോട്ട് ഫണി. എന്റെ കർച്ചീഫ് വൃത്തിയുള്ളതായിരുന്നു. ഇതുകൊണ്ട് ആരാ കൈ തുടച്ചത്? പണി നീ എങ്ങാനാണോ ഇത് ചെയ്തേ? അല്ല, എനിക്ക് തോന്നുന്നത് ഈ പണിയൊപ്പിച്ചത് ആ ടെഡിയാണെന്നാണ്. ടെഡി എങ്ങനെയാടാ ഇങ്ങനെയൊക്കെ ചെയ്യുക? ടെഡിയുടെ കാര്യവും പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുകയാണോ? നീ കാരണോ ഞാനും കിറ്റിയായിട്ട് വഴക്കുണ്ടായത്. നിനക്ക് ഇപ്പൊ കാണിച്ചു തരാം. ഇവിടെ അടുത്തൊരു നദിയുണ്ട്, അവിടെ പോയി ഞാൻ എന്റെ മുഖം കഴുകി. അവിടെ ബോട്ടിംഗ് നടക്കുകയാണ്. ഞാൻ അങ്ങോട്ട് പോവാൻ പോവാണ്. നിങ്ങൾ ഇവിടെ കിടന്ന് ഇങ്ങനെ അടി കൂടിക്കോ. വാ ടെടി, നമുക്ക് പോകാം. ഈ ടെടിക്കെന്ത് പെട്ടെന്ന് വെയിറ്റ് കൂടിയത്? മോനുള്ള കേക്ക് റെഡി, കഴിച്ചോളൂ. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണല്ലോ. എടാ ബണ്ടി, ചുട്ടി, ചണ്ടി, മങ്കി എല്ലാവരും വേഗം വാ. എന്തു പറ്റി അമ്മാവാ? എന്തു പറ്റി അളിയോ? എന്തു പറ്റി ചിറ്റപ്പാ? എന്തു പറ്റി മുത്തശ്ശ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്റെ മോനെ കാണാതായിരിക്കാണ്. അവനെ എത്രയും വേഗം കണ്ടെത്തണം. കാണാതെ പോയല്ലോ? അതെങ്ങനെയാണ് സംഭവിക്കുക? ഇവിടെ ഇത്രയ്ക്കും വെള്ളമുണ്ടല്ലോ. ഇവിടെ ഇത്രയും വെള്ളം ഉണ്ടായിട്ടും ജനങ്ങൾ എന്തിനാണ് സേവ് ദ വാട്ടർ എന്ന് പറയുന്നത്? കഴുതേ, ഇത് വൃത്തിയുള്ള വെള്ളം അല്ല. എന്നാ പിന്നെ കുറച്ച് സോപ്പ് പൊടിയൊക്കെ ഇട്ട് ഇതിനങ്ങ് വൃത്തിയാക്കി എടുത്താ പോരെ? ഓഹോ, സോപ്പ് പൊടി ഇട്ട പിന്നെയും കൂടുതൽ വൃത്തികേടാകില്ലേ? പിന്നെ എന്തിനാ സോപ്പ് പൊടി ഇട്ട് നമ്മൾ തുണിയൊക്കെ വൃത്തിയാക്കി എടുക്കുന്നേ? ഓ, ഇവനെങ്ങനെ ഒരു ഗുരു ഉണ്ടായിരുന്നെങ്കിൽ ഗുരുദക്ഷിണയായിട്ട് ഇവൻ ചക്കക്കുരു കൊണ്ട് കൊടുത്തേനെ. സംശയമുണ്ടോ? എങ്ങോട്ട് പോയിട്ടുണ്ടാകും? അവന് പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഇവരെന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ തീർച്ചയായും എന്റെ അച്ഛൻ്റെ അടുത്ത് കൊണ്ട് എത്തിക്കും. എല്ലാരും ലെഫ്റ്റിലേക്ക് തിരിഞ്ഞോ? എല്ലാരും ബോട്ടിൽ പിടിച്ചിരുന്നോ? അല്ല, ബോട്ടിന് എന്താ സംഭവിച്ചത്?
സംഭവിച്ചത് ബോട്ടിലൊന്നും അല്ല, ഇതൊക്കെ ഈ ടെഡി ചെയ്ത പണിയായിരിക്കും. എടാ കഴുതേ, ടെഡി എങ്ങനെയാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? തിരിച്ച് നമുക്ക് ക്യാമ്പിലേക്ക് പോകാം. ആ എനിക്ക് തോന്നുന്നത് നമുക്ക് വഴി തെറ്റിപ്പോയെന്നാ. വേഗം വാ, നമുക്ക് യഥാർത്ഥ വഴി കണ്ടുപിടിക്കണം. അതാ പോകുന്നു എന്റെ മകൻ, അവനെ പിടിക്ക്. കരടി പതുക്കെ പതുക്കെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. എടാ അവരടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും പേരെടുത്ത് എനിക്ക് പ്രശ്നം ഉണ്ടാക്കാൻ കഴിയില്ല. അവനെ മര്യാദക്ക് എനിക്ക് തിരിച്ചെത്താ. നാണം ഇല്ലേ ഇത്രയും വലിയ കരടിയായിട്ട് ടെഡിയെ വെച്ച് കളിക്കുന്നോ? എന്നെ വിട്ടേക്ക്. ഞാൻ നിനക്ക് ഹണി തരാം. ഹണിയെന്ന് വെച്ചാ തേൻ. വന്നോ ഹണി. ഞാനാണ് ഹണി. അവൻ പറഞ്ഞത് സത്യമാണ്, നുണയൊന്നും അല്ല. എന്റെ കൂട്ടുകാരനെ ഭയങ്കര ബുദ്ധിമാനാണ്. നന്ദിയുണ്ട് ടെഡി. എടാ ആ ടെഡി എനിക്ക് കരിമ്പ് തന്നു. കഴുതേ, എനിക്കെങ്ങനെയാ കരിമ്പ് തരാൻ പറ്റുക? എടാ ഞാൻ പറഞ്ഞത് സത്യമാ. ഈ ടെഡി എന്നെ നോക്കി കണ്ണടച്ച് കാണിച്ചു. കഴുതേ, ടെഡിക്ക് എങ്ങനെയാ കണ്ണടച്ച് കാണിക്കാൻ കഴിയാ? എന്റെ മോനെ എനിക്ക് തിരിച്ചെത്താ. ഇത് കൂടെ പോയി കഴിഞ്ഞാ പിന്നെ എവിടെ എത്തുന്നു ഒരു പിടിയും കിട്ടുന്നില്ല. ഈ കരടികൾ എന്തിനാ ഈ ടെഡിയുടെ പുറകെ നടക്കുന്നേ? എന്തോ സംഭവം ഉണ്ടല്ലോ. അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഒറ്റ മാർഗമേയുള്ളൂ. നീ എന്തിനാ ഞങ്ങളെ ശല്യം ചെയ്യുന്നേ? അതിനി നടക്കൂല. നിങ്ങള് താഴെ നദിയിലേക്ക് തന്നെ പൊക്കോ. അയ്യോ വേണ്ട വേണ്ട വേണ്ട, അങ്ങനെ ചെയ്യല്ലേ. അതെന്റെ അച്ഛനാണ്. എന്റെ ടെഡി സംസാരിക്കുന്നു. നീ ടെഡിയെ ഒരുപാട് സ്നേഹിച്ചതുകൊണ്ടായിരിക്കും അത് സംസാരിക്കുന്നത്. ഞാൻ ടെഡിയൊന്നുമല്ല, ഇദ്ദേഹത്തിന്റെ മകനാണ്. എന്റെ പേര് ലല്ലു എന്നാ. എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊന്നും എന്റെ അച്ഛൻ എന്നെ ചെയ്യാൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ ടെഡിയായിട്ട് ഞാൻ മാറിയതും നിങ്ങളുടെ കൂടെ കളിച്ച് രസിക്കാനായിട്ടും. ഇതെന്തായാലും നല്ല കാര്യമല്ല. അച്ഛൻ എനിക്ക് ഒരു സൗകര്യവും തരില്ല. എന്റെ റൂമിൽ നിന്ന് പില്ലേഴ്സ് എടുത്ത് മാറ്റി. അതിന്റെ 4 മൂലകളും എന്നെ കുറ്റമെന്ന് പറഞ്ഞിട്ട് അതെടുത്ത് മാറ്റിയില്ല. എനിക്ക് പച്ചക്കറി കേക്കാണ് ഉണ്ടാക്കി തരുന്നത്. എന്നെ ഊഞ്ഞാലാടാൻ സമ്മതിക്കില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യങ്ങളും എന്നെ ചെയ്യാൻ സമ്മതിക്കില്ല. നിങ്ങളെ കണ്ടപ്പോ എനിക്ക് ഒരുപാട് സന്തോഷായി, സത്യമായിട്ട് പറയാ. ഞങ്ങള് നിങ്ങളുടെ ബന്ധുക്കളെ താഴേക്ക് തള്ളിവിടാൻ നോക്കിയതല്ല. ദേ ഇങ്ങോട്ട് നോക്ക്. ഇത് വെച്ച് കയറങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുമോ? ഇത് ട്രിക്കാണ്, ട്രിക്ക്. സത്യം പുറത്ത് കൊണ്ടുവരാനുള്ള ട്രിക്ക്. എന്നോട് ക്ഷമിച്ചേക്ക്. ഇദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ എനിക്ക് മനസ്സിലായത്. എന്റെ പൊന്നുമോനെ, ഇനി നീ ചെയ്യുന്ന ഒരു കാര്യങ്ങളിലും ഞാൻ ശല്യപ്പെടുത്തുകയേയില്ല. മോനെ ലല്ലു, പതുക്കെ ചാടണം, അല്ലെങ്കിൽ കാലിന് പരിക്ക് പറ്റും. സോറി, അച്ഛനല്ലേ, അറിയാതെ വായിൽ വന്നു പോയതാണ്. വാ വാ, വീട്ടിലേക്ക് പോകാം. ഞാൻ നിനക്ക് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കി തരാം. കൂടാതെ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള ചീര കേക്ക് ഉണ്ടാക്കി തരാം.